ഓം നമഃ ശിവായ. എൻ്റെ മഹാദേവ, എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണേ. ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ എൻ്റെ കൂടെ നിൽക്കണേ. വയനാട്ടിലിപ്പോൾ ഒത്തിരി പേര് ഉരുൾപൊട്ടൽ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ. മോനൊന്ന് അവിടെ നിന്നേ. നീ ആ ബാങ്കില് ജോലി ചെയ്യുന്ന മോന്റെ അനിയനല്ലേ? മോന് ജോലിയൊന്നും ആയില്ലേടാ? അല്ല അമ്മച്ചി, ഞാനിവിടെ അടുത്തൊരു കഫേയിൽ ജോലി ചെയ്യുന്നുണ്ട്. അയ്യോ, അതുകൊണ്ട് മതിയാകുവോ? മോന് PSC ഒക്കെ പഠിച്ചെഴുതി ജോലി മേടിക്കാൻ മേലെ. ഗവൺമെന്റ് ജോലിയല്ലേ, പെണ്ണ് കിട്ടാൻ പാടാ മോനെ. പറച്ചിൽ കേട്ട അവരുടെ കെട്ടിയോൻ എനിക്ക് അവിടെ ജോലി എടുത്ത് വെച്ച പോലെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എന്റെ മോളെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ടേ കെട്ടിക്കത്തുള്ളൂ. കെട്ടി രണ്ടാം പക്കം മോള് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇത് തന്നെ പറയണം. ഇത് തള്ള. എടാ, പതുക്കെ കഴിച്ചാ മതി. ഏട്ടാ, ഐ ആം ഹോം. ഒരു തണ്ടി കഴിഞ്ഞോ? യെസ്, ഇനി കുറച്ചുനാൾ ഞാൻ ഏട്ടനോടെ തന്നെ ഉണ്ടാവും. തലവേദനയ്ക്കുള്ള വകയായി. ഒളിയാ, ഇത് എവിടെയായിരുന്നു? ഒന്നും പറയാനില്ല. ഇനി കുറച്ചു നാളൊന്ന് റെസ്റ്റ് എടുക്കണം. നീ രാവിലെ അമ്പലത്തിൽ പോയോ? പോയല്ലോ. നീ അങ്ങനെ അമ്പലത്തിൽ പോവാറില്ലല്ലോ. വൈ ഡു വി ഹാവ് എ ചേഞ്ച്? ജിന്നേട്ടാ, എനിക്കൊരപ്പവും കൂടെ. ഏട്ടാ, എനിക്കും. നിനക്ക് വേണം, നീ തന്നെ പോയി തിന്ന്. ഓഹോ, അപ്പൊ അങ്ങനൊക്കെ ആണല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, ഞാൻ ജോലിക്ക് പോവാ കേട്ടോ. കഴിച്ച പാത്രം നല്ല വൃത്തിക്കടെ കഴുകി വെച്ചേക്കണം. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പം വീട് ഇതുപോലെ കണ്ടേക്കണം. ഇല്ലേ രണ്ടിനെ ഞാൻ എടുത്ത് കിണറ്റിലിടും. അതിനാരി വീട്ടിൽ നിൽക്കുന്നത്? ഞങ്ങൾ കഫേ പോവാ. ആ പണി ഒന്ന് കളഞ്ഞിട്ട് വേറെ വല്ല ജോലിക്കും പോകാവോ? ചുമ്മാ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ. ജിന്നേട്ടാ, ഞങ്ങളുടെ ജോലിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലോ. ഒന്നുമില്ലേലും ഞങ്ങൾ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നില്ലേ? ഇനി അതിന്റെ പേര് തുടങ്ങണ്ട, ഞാൻ പോവുക. കുടിക്കണോ? അല്ല, വേണ്ട, റിസ്ക് എടുക്കണ്ട. അളിയ, ദൈവം കുടിച്ചു നോക്കേ. അയ്യേ, എന്നാ അടുത്ത് പാഷാണോ? നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് പണി അറിയാൻ മേലെ ചെയ്യല്ലെന്ന്. ഒറ്റ കീറ് വെച്ചാൽ പാത്രം കഴുകിട. പിന്നെ എന്നാ പിന്നെ നീ അങ്ങ് ഒറ്റയ്ക്ക് തന്നെ കൊണ്ടാക്ക്. എൻ്റെ ചായക്ക് എന്നെ ഒരു കുറവ്. അവൻ്റെ ഒരു അവൻ അതിനകത്ത് കുരുമുളക് കൂടി ഇട്ടുകൊണ്ട് വന്നതും പോരാ. ഇവനെ എങ്ങനെ ഈ പണിക്കെടുത്തോവാ?
എടാ നിങ്ങളാരെല്ലോ ആണ് ആയിരിക്കുന്ന ചേട്ടന് കോഫി കൊണ്ട് കൊടുത്തേ. എന്നാടാ എന്നെല്ലാം പ്രശ്നമുണ്ടോ? എൻ്റെ മോനെ കോഫിക്കകത്ത് കുരുമുളക് കൂടിയിട്ടാണോടാ കൊടുക്കേണ്ടത്? അങ്ങനെയാണ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നത്. ഉണ്ടാക്കിയവനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ചെല്ല്. ചേട്ടാ തെണ്ടി, പണി അറിയാൻ മേലെ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞ് നിനക്കോട്ടുള്ള ഞാൻ വന്നിട്ട് തരാട പട്ടി. ഐ ആം ദ സോറി എളിയ, ഐ ആം ദ സോറി സർ. സർ, ആ താനാണോ ഈ കോഫി ഉണ്ടാക്കിയത്? അതെ സർ. സർ സാരില്ല, എനിക്ക് കോഫി മാറ്റി തന്നാൽ മതി. ഓക്കെ സാർ, ഇപ്പം മാറ്റിത്തരാം. അങ്ങേര് എന്നാ പറഞ്ഞടാ? മിണ്ടിപ്പോവരുത്, എൻ്റെ കയ്യകലത്തിൽ നിന്ന് മാറി നിന്നോ തെണ്ടി നീ. അങ്ങേര് ഒരു നല്ല മനുഷ്യനായോണ്ട് ഒന്നും പറഞ്ഞില്ല, അല്ലെ നല്ല തെറി കേട്ടേനെ. ഇതേതേ പുതിയ അവതാരം? ആഹാ, ഓൺലൈനിലുണ്ടല്ലോ. എന്നെ മനസ്സിലായില്ലേ? അതിന് താൻ ആരാ? എന്നെ അറിയാവുന്ന ഒരാളോ? അതിപ്പോ ആരായിരിക്കും? ആരാണോ വാ. നീ ഇതാർക്കാ ഈ സമയത്ത് കുത്തിയിരുന്ന് മെസ്സേജ് അയക്കുന്നേ? എനിക്കറിയില്ലടാ, എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാ. അയാൾക്ക് എന്നെ അറിയാന്നാ പറയുന്നേ. എന്നാ പിന്നെ നിനക്ക് അയാളുടെ ഫോട്ടോ നോക്കിക്കൂടെ? എടാ, അയാൾ അതിനെ ഇൻസ്റ്റയിൽ ഫോട്ടോ ഒന്നിട്ടിട്ടില്ല. ആ പാടൊരു പ്രൊഫൈലാ, അതിനകത്ത് അയാളുടെ മോന്തയും കാണാനില്ലേ. എന്നാ അതിവിടെ ജിന്നേട്ടൻ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, നീ ഇട്ടേക്കുന്ന ഷർട്ട് എൻ്റെ അല്ലടാ നാറി. ഈശ്വര, അതിവൻ കണ്ടുപിടിച്ചോ? അതിനിപ്പോ എന്നാ, എനിക്ക് നിന്റെ ഷർട്ട് ഇട്ടൂടെ? ഇട്ടുകൂടാ, ഞാൻ കാശ് മുടക്കി മേടിച്ചേക്കുന്നത് നിന്റെ കൈ ഞാൻ വിട്ടു. എൻ്റെ ഷർട്ട് എടുത്താ വരെയൊക്കെ അത് മൂടിത്തടാ. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തിൽ കൈയിട്ട് വാരിയിട്ട. ഞാൻ ചെലവാക്കുന്ന കാശ് മുഴുവൻ നിന്റെ ഔദാര്യവ. എനിക്ക് തല ചായ്ക്കാൻ ഇടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ട്. ഇതാ കണ്ടോ, ഈ ജെട്ടി പോലും ഞാൻ നിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എടാ നാറി, നീ എന്റെ ജെട്ടി അടിച്ചു മാറ്റിയോടാ. ഇപ്പൊ ഊരിക്കോണം. ഇവിടെ വെച്ചോ? എന്തടാ ആദിയേ, നിനക്കെന്തടാ? അല്ല, ആ കഥകൊന്നടച്ചിരുന്നേൽ. ഞാൻ പെണ്ണുമ്പിളോട് പറയടാ, നീ എന്റെ പെണ്ണുമ്പിളക്ക് പറയടാ പട്ടി. എന്നാടാ ഇത്? ബാങ്കിൽ പോയാ അവിടെ ഉള്ളതുങ്ങൾ എനിക്ക് സ്വൈര്യം തരികയില്ല. എന്നാ പിന്നെ വീട്ടിൽ വന്ന് ഇവിടെ ഉള്ള 2 എനിക്ക് ചെയ്തതെല്ലാം തരത്തില്ല. മര്യാദയ്ക്ക് 2 കയറി കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങിക്കോണം. ചുമ്മാ ബാക്കിയുള്ള ഇരുത്തത്തും ഇല്ല. വാ അളിയ, നമുക്ക് പോവാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രമുഖ ബിസിനസ്മാനായ ജയകൃഷ്ണൻ നായർ ഇന്നുച്ചയ്ക്ക് 2 മണിയോടെ തന്റെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി.
ഹൃദയാഘാതമായിരിക്കാമെന്നാണ് താൽക്കാലിക നിലപാട്. തുടരന്വേഷണം കമ്മീഷണർക്ക് കൈമാറുമെന്ന് DGP. ജയകൃഷ്ണൻ നായരിന് പലതരത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മാഫിയകളുമായി ഇടപെടലുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. അതിന്റെ മുന്നോടിയായി ഈ കൊലപാതകത്തിന് പിന്നിൽ മാഫിയയ്ക്കും പങ്കുണ്ടാകാമെന്ന് പോലീസ് രേഖപ്പെടുത്തി. ഷോ എന്തൊക്കെയാടേ നടക്കുന്നേ? എന്തൊക്കെയാ എന്റെ പൊന്നു ജന്നേട്ടാ, ഇതൊക്കെ വല്ലതും നടക്കുവോ? അത് മാഫിയ ഒക്കെ ഇതെന്നാ ഇത്? കട്ടവനെ കിട്ടിയില്ലേ, കിട്ടിയവനെ കള്ളനാക്കുന്ന ഒരുമാതിരി. ഇതാണ് എനിക്ക് ഈ പോലീസുകാർ ഇഷ്ടമില്ലാത്തത്. ആ പോലീസ് കുപ്പായ അങ്ങ് എടുത്തിട്ട ചുറ്റുമുള്ളവരെല്ലാം കള്ളന്മാരാണ് വിചാരം. എനിക്കിഷ്ടല്ല. ചിന്നേട്ടന് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ ഇരുന്ന് കാണാൻ. എടാ ശരിക്കും മാഫിയ ആണെങ്കിലോ ഒന്ന് പോ ജിന്നേട്ടാ. വല്ല മുംബൈയോ ഡൽഹിയോ ഒക്കെയാണ് പിന്നെ സമ്മതിക്കാം. ഇത് ഈ കേരളത്തില് വേറെ ഒരു പണിയില്ല. ഷെടാ, ഇനി ഞാനെന്നാ ചെയ്ത്? കമ്മീഷണർ ദക്ഷിത്, ഹലോ സർ. എടോ താൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കാതെ എന്തേലും ആക്ഷൻ എടുക്കണോ? എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും സർ? സർ, കഴിഞ്ഞ 7 ദിവസമായി തൻ്റെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ അയാൾ ഒറ്റയ്ക്ക് വന്ന് കുറച്ച് ദിവസം താമസിച്ചിരുന്നു. ആ 7 ദിവസം അയാൾ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അയാൾ തലേദിവസം പോലും പയറ് പോലെ ഇറങ്ങി നടന്നതാണ്. ഇനി അയാളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം ചെന്നതാണെങ്കിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെളിവുകളുമില്ല. അയാളുടെ അപ്പാർട്ട്മെന്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറെ കുപ്പിയും അയാൾ ഉപയോഗിച്ച കുറച്ച് സാധനങ്ങളും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എന്താ സർ കണ്ടുപിടിക്കേണ്ടത്? ഒരു തരത്തിലുള്ള തെളിവും കിട്ടുന്നില്ല. എടോ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഇതിനുള്ളൊരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. സർ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു വഴി പറയാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സീക്രട്ട് ആയിട്ടുള്ള ഒരു പോലീസ് ഏജന്റിനെ ഇറക്കാം. അയാളിലൂടെ തുടർന്ന് കേസ് അന്വേഷിക്കട്ടെ. 10 ദിവസം തരാം. അതിനുള്ളിൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലുള്ള ഒരു തെളിവെങ്കിലും കണ്ടുപിടിച്ചിരിക്കണം. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? യെസ് സർ. ഇനിയിപ്പോൾ സാർ എന്ത് ചെയ്യും? അതിനൊക്കെ പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ടോ? അതാരാ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉള്ളതാ. ആൾക്ക് നല്ല കാഞ്ഞ ബുദ്ധിയാ. ഇതുപോലത്തെ കൊനിഷ്ട് പിടിച്ച കേസൊക്കെ ആവും പുഷ്പം പോലെ അന്വേഷിക്കും. ഹീസ് ആക്ച്വലി എ സ്മാർട്ട് ഓഫീസർ. പിന്നെ വരാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ഹലോ. സാർ പറയൂ. താൻ നാളെ തന്നെ എൻ്റെ ഓഫീസിലേക്ക് വരണം. ഒരു കേസുണ്ട്. സാർ നാളെ തന്നെ എന്ന് പറയുമ്പോൾ നോ എക്സ്ക്യൂസ്, നാളെ വന്നിരിക്കണം. ഓക്കെ സാർ. ജിന്നേട്ടാ, ഓഫീസിൽ പോകാൻ റെഡി ആവുകയാണോ? അല്ല നിന്നെയൊക്കെ കൊണ്ട് ഇവിടെ വല്ല ഉപകാരമുണ്ടോ? പിന്നെ പോ അവിടെ നിന്ന്. നിനക്ക് എന്നാ വേണ്ടത്? രാവിലെ എന്നെ പതപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ ചെയ്യൂ? നീ ചെയ്യും. നീയേ അങ്ങനെ ചെയ്യുള്ളൂ. സ്വന്തം അനിയനെ പറ്റി ഇങ്ങനെ അനാവശ്യമൊന്നും പറയരുത്. നീ കാര്യം പറയുന്നോ അതോ ഞാൻ വടിയെടുക്കണോ? നീ നാണമില്ലേ മനുഷ്യ? ഈ 10-24 വയസ്സാണ്. നിങ്ങളെ തല്ലാൻ നോക്കുന്നോ? എന്നാ ചെറുക്ക, എനിക്ക് എൻ്റെ കൊണകൊണയൊക്കെ സമയമില്ല കേട്ടോ. ഞാൻ ജോലിക്ക് പോട്ടെ. മാറി നിൽക്കാം അങ്ങോട്ട്. അവിടെ നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. ഞാൻ നാളെ പോവും കേട്ടോ. നിനക്ക് ഊര് തണ്ടി മതിയായില്ലേ? ജിന്നേട്ടാ, നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. നിർത്ത്. നീ എങ്ങോട്ടേലും പോ. എനിക്ക് എൻ്റെ ആദിമോനുണ്ട്. ഒരാദിമോൻ. എന്നത് ഇവിടെ രാവിലെ എന്നെ കോണ എന്നാ ജിന്നേട്ടാ? എനിക്കൊന്നും അറിയാൻ മേല. നീ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് അങ്ങ് ചോദിച്ചാൽ മതി. ഞാൻ ജോലിക്ക് പോട്ടെ, ലേറ്റ് ആവുന്നു. എന്നാടാ? ഒന്നുമില്ലടാ, ഞാൻ നാളെ പോകുമെന്ന് പറഞ്ഞേനാ. എൻ്റെ പൊന്നു സൂര്യ, ഏടന് വല്ലപ്പോഴും നിന്നെ ഒന്ന് കിട്ടുന്നേ. അതിനിടയ്ക്ക് നീ പോവാന്നൊക്കെ പറഞ്ഞ എടാ, അതിന്റെ പിണക്കമാണ് അങ്ങേരിപ്പ ദേഷ്യമായിട്ട് തീർത്തെന്ന് എനിക്ക് മനസ്സിലായി. ആന്നേ, പിന്നെ എന്നാത്തിനാ? ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? എടാ എന്തായി? എന്താവാൻ? പോലീസിന് ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാഗ്യം. എന്താടാ, പറഞ്ഞ കാര്യമൊക്കെ ചെയ്തോ? സാർ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ നിഗമനം എന്താ? അവരെന്തോ സ്പൈ ഒക്കെ ഇറക്കുമെന്ന് പറയുന്നു. വാട്ട്? കേരള പോലീസിന് എത്ര ബുദ്ധിയോ?
ഇതിപ്പോ ആരാ എന്താന്ന് എങ്ങനെയൊന്ന് അറിയുന്നേ? എന്താണ് പ്രശ്നം? ആ, ഹാക്കർ വന്നോ? സർ, ഈ കേസ് തുടരന്വേഷിക്കാനായിട്ട് പോലീസ് ഒരു സ്പൈയെ ഇറക്കുന്നുണ്ട്. അത് നീ എങ്ങനെ അറിഞ്ഞു? അവരുടെ മെയിൽ ഹാക്ക് ചെയ്തു. ഗുഡ് ജോബ്. പക്ഷെ അതാരാന്നെങ്ങനെ അറിയും? അതാരാ എന്താന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല സർ. സാർ, എന്താടോ എന്താ? സർ, ബ്ലൂ ഡയമണ്ട് കാണുന്നില്ല. വാട്ട്? ഓ ഷിറ്റ്, തനിക്കൊന്നും ഇത്ര ശ്രദ്ധയില്ലേ? ഇതെങ്ങാനും ബോസ് അറിഞ്ഞാൽ നിന്നെ ഒന്നും വെച്ചേക്കത്തില്ല. സാർ, നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ അകത്ത് കയറിയതെന്ന് തോന്നുന്നു. ഓ ഡാം ഇറ്റ്, ഹൂ ദ ഹെൽ വാസ് ദാറ്റ്? മുള്ള നിൽക്കുമ്പോൾ ഓരോന്ന്. ഇനി ഇത് ജീവ അറിഞ്ഞ് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? എന്താ അവിടെ ഒരു ചർച്ച? ഓ ഗോഡ്, ബോസ്